ഓക്കെ, അപ്പൊ പ്രേക്ഷകരെ ഇതാ ഇന്നത്തെ വാശിയേറിയ പോരാട്ടം ദാ ഇവിടെ ആരംഭിക്കുകയാണ്. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ഹിറ്റ്സ് റൗണ്ടില് സെബ കുട്ടി എത്തുന്നു. സെബ മൂൺ, വെൽക്കം സെബ മൂൺ ഓൺ സ്റ്റേജ്. എൻ്റെ ഡ്രസ്സിങ് കണ്ടിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏത് പാട്ടാണ്? ഞാൻ മേഘ സിനിമയിലെ ചിത്രാമ്മയുടെ സൂപ്പർ ഹിറ്റ് പാട്ടാണ് പാടാൻ പോകുന്നത്. അപ്പോൾ പാടിയിട്ട് വരാം. അങ്ങ് തിളങ്ങിയല്ല. നല്ല രസമുണ്ട്. ബ്ലാക്ക് ആണോ ഗ്രീൻ ആണോ? ഡാർക്ക് ഗ്രീൻ, ചന്ദൻ ഉദിച്ച പോലെ. ഏത് പാട്ടാ മോളെ? തുമ്പയും തുളസി. മേഘം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും അറിയാവുന്ന പാട്ട് അല്ലേ? മോസ്റ്റ് പോപ്പുലർ സോങ്. വെരി ഗുഡ് സെലക്ഷൻ. പിന്നെ ഡീറ്റെയിൽസ് എന്താണ്? പാടിയത് ചിത്രാമ്മ, മ്യൂസിക് ഔസേപ്പച്ചൻ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, സിനിമ മേഘം, വർഷം 1999. 1999 അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകൈയായി
ആഹാ, സബാഷ്, സബാഷ്. താങ്ക് യു സർ. സെബക്കുട്ടി, എന്തോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സർ. കാരണം ഇത് പാടാൻ വലിയ പ്രയാസമാണ്. കാരണം ഇങ്ങനെ കിടുകിടുകിടുകിടാന്ന് വരികളും അതുപോലെ തന്നെ സംഗതികളും പ്ലാൻസും പിന്നെ റേഞ്ചും പിന്നെ ട്യൂണിൻ്റെ ഒരുപാട് ഘടകങ്ങൾ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതെല്ലാം കൂടെ ചേർന്ന് വരാൻ റെക്കോർഡിങ്ങിനും ഒക്കെയാണ്. പക്ഷേ ഒരു സ്റ്റേജിൽ നിന്ന് പാടുമ്പോഴത്തേക്ക് വലിയ പ്രയാസം. പക്ഷെ മോള് ഒരുപാട് ഭാഗങ്ങൾ അസലായിട്ട് പാടി. അത് എസ്പെഷ്യലി അരമണിയായി ലാസ്റ്റിലത്തെ അതൊക്കെ നല്ല പ്ലാച്ചെന്നിരുന്നു. ഉഗ്രായിരുന്നു. അത് പല്ലവിയും തുടക്കത്തിലുള്ള പല്ലവിയും നന്നായിരുന്നു. പിന്നെ അതിന് ഇടയ്ക്കുള്ള കളിക്കുന്ന നേരം, ഈ നേരം എന്നൊക്കെ ഉള്ളതിൻ്റെ ചെറിയ കടുകുമണി സംഗതികളുണ്ട്. ആ സംഗതികൾ മോക്ക് വരും, ഇപ്പം പഠിച്ചാൽ വരും. പക്ഷെ ആ സമയത്ത് അത് പോയി കുറച്ച് സ്ഥലങ്ങൾ. പിന്നെ ലാസ്റ്റിൽ പാടിയതിൽ കാവിൽ ഇപ്പം പഠിച്ചാൽ വരുന്നു. പാടി നോക്കി, വേലയും പൂരവും കൊടിയേറും. വേലയും പൂരവും കൊടിയേറും കാവിൽ കാവിൽ കാവിൽ. അത്രേ ഉള്ളൂ. പിള്ളേരൊക്കെ ഭയങ്കര സൂപ്പർ സിംഗേഴ്സാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വരുമ്പോൾ ഈ ടൈപ്പ് ഓഫ് പാട്ട് നമുക്കൊരു കിട്ടി പോയാൽ പോയി. KKPP എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമില്ല, പാടി ഒത്താ ഒത്തു, എവിടെയെങ്കിലും സ്ലിപ്പായി പോയാൽ പോയി. പക്ഷെ മോടെ ശബ്ദം, അതുപോലെ തന്നെ മോടെ റേഞ്ച്, മോടെ കഴിവ്, ഇതെല്ലാം തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പാട്ടിൽ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ മോള് പാടിയതിനകത്ത് കുറച്ച് എന്താണ് വിട്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ പാടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്, റെക്കോർഡിങ്ങിന് ഓക്കെയാണ്. ഉടനെ ഒരു സിനിമാ പാട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഫിലിം സോങ് കിട്ടട്ടെ. കാരണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് മോടെ സിംഗിങ്ങിന്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. സെബക്കുട്ടി, കുഞ്ഞു സംഗതികളുടെ പെരുമഴക്കാലം ഈ പാട്ടില്. മോള് നല്ല കൂളായിട്ട് അതൊരു മത്സരത്തിന്റെ ഫീലൊന്നും നമുക്ക് തോന്നാതെ അല്ല, ഒരു ടെൻഷൻ ഇല്ലാണ്ട് പാടി നല്ല രസമായിട്ട്. എന്നാൽ ടെൻഷൻ അത്യാവശ്യം നന്നായിട്ട് എടുക്കേണ്ട ഒരു പാട്ടാ ഇത്. ആ സമയത്തൊക്കെ എല്ലാരും സ്റ്റേജിൽ തകർത്ത് പാടുന്ന പാട്ടാ. ഓരോ ലൈനും സംഗതിയാ, എല്ലാം അല്ല ഡിഫറെന്റ് സംഗതിയാണ്. തൊഴുകയാൽ വിരിയണ് അത്, പിന്നെന്താ ഒരു വേളി പിന്നായി മഴ പൊഴിഞ്ഞ, അവിടെ ഒരു നല്ല റേഞ്ചും അല്ലേ. ആ മോള് നല്ല ഒതുക്കി ആ സംഗതികളൊക്കെ എന്ത് രസമായിട്ട്. ആ ഗുരുവിനും വലിയൊരു അല്ലേ ഒരു ഇത് നല്ല കറക്റ്റ് ആയിട്ടാണ് ആരാണെങ്കിലും പഠിപ്പിച്ചേക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ശബ്ദവും തൊണ്ടയൊക്കെ വേണം. അത് ദൈവം അനുഗ്രഹിച്ച് മോക്കുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും നമ്മൾ കൂടുതൽ അടിപൊളി സിംഗറായി മാറാൻ പോവുകയാണ്. ഓൾറെഡി ആണ്. അപ്പൊ വീണ്ടും പ്രാർത്ഥനയാണ്. ഇനി പ്രാർത്ഥന, ലക്ക്, അതെ ഇതൊക്കെ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ നമ്മൾ എത്തി നിക്കുന്നത് അല്ലേ. ഇതിനു മുമ്പല്ലേ മോള് 2-3 സീസണിൽ ട്രൈ ചെയ്തതൊക്കെ. എന്റെ പൊന്നെ, ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത കൊച്ചാന്ന് ആരെങ്കിലും ഈ പാട്ട് കേട്ടിട്ട് പറയുവോ? അല്ല, ചിലപ്പോ പാകപ്പെടുത്തി ഈ സീസണിൽ എത്തിയപ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ട് വരേണ്ട സമയമായത് അല്ലേ സെബക്കുട്ടി? സമയമുണ്ട് ദാസ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാപ്പി അല്ലേ? ഹാപ്പി. ഈ സീസണിൽ വരാൻ പറ്റിയത് ഹാപ്പി അല്ലേ? കഴിഞ്ഞ സീസണിൽ വരാൻ പറ്റാത്തത് ഹാപ്പി അല്ലേ? അതും ഹാപ്പി. അതത്ര ഹാപ്പി അല്ല. കഴിഞ്ഞ സീസണിൽ വരാൻ പറ്റാത്തോണ്ടാണല്ലോ ഈ സീസണിൽ വന്നത്. ഹൈലൈറ്റ് ആയല്ലോ, ഇവിടുത്തെ ഈ ഷോയിൽ തന്നെ മെയിൻ ആയല്ലോ. അതെ, അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പിയാ. അപ്പൊ സെബക്കുട്ടി, സോ ഇന്ന് പാടി വെച്ച് വി ആർ ഗിവിംഗ് യു 98 out of 100. താങ്ക് യു സർ. ആടി ഒരു മേഘം പൂക്കുട്ടി. സെബക്കുട്ടി, ഹാപ്പി ആയല്ലോ. ഹാപ്പി. അപ്പൊ അതാ നല്ല അഭിപ്രായങ്ങളാണ് നമ്മുടെ ജഡ്ജസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത പാട്ടിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റി വരാം കേട്ടോ. Okay. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. ടാറ്റാ.